ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ വേണ്ടത്ര മികവ് പുലർത്താൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശീലകനായ ഹൊസെ മൊളീനയെ അവർ പുറത്താക്കിയിട്ടുള്ളത്. പകരം സെർജിയോ ലൊബേറയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനാണ് ലൊബേറ. അദ്ദേഹത്തിന് കീഴിൽ മോഹൻ ബഗാൻ പഴയ മികവിലേക്ക് എത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ മാധ്യമമായ ഖേൽ നൗ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സെർജിയോ ലൊബേറ മോഹൻ ബഗാനിൽ അടിയന്തരമായി കൊണ്ടുവരുത്തേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അതല്ലെങ്കിൽ 3 മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവർ വിശകലനം ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് ഫുൾ ബാക്കുമാർക്ക് കൂടുതൽ ഫ്രീഡം നൽകുക എന്നുള്ളതാണ്. അതായത് ഹൊസെ മൊളീനയ്ക്ക് കീഴിൽ മോഹൻ ബഗാന്റെ ഫുൾ ബാക്കുമാർക്ക് വേണ്ടത്ര ഫ്രീഡം ഇല്ലായിരുന്നു. അതായത് ഡിഫൻസിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് കളിക്കാനായിരുന്നു ഈ ഫുൾ ബാക്കുമാരോട് മൊളീന ആവശ്യപ്പെട്ടിരുന്നത്. ഭൂരിഭാഗം സമയത്തും അവർ സ്വന്തം ഹാഫിൽ തന്നെ ഉണ്ടായിരുന്നു. സുഭാഷിഷ് ബോസ്, ആശിഷ് റായ് തുടങ്ങിയ താരങ്ങൾക്കൊന്നും ഇത് കാരണം മുന്നേറ്റ നിരയിലെ വിങ്ങർമാരെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ലൊബേറ ഇവർക്ക് ആവശ്യമായ ഒരു ഫ്രീഡം നൽകേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, മധ്യനിരയിൽ ഒരു ഷെയ്പ്പ് കണ്ടെത്തേണ്ടതുണ്ട്. ലൊബേറയുടെ ശൈലി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് പൊസഷൻ ഫുട്ബോളാണ് ലൊബേറ കളിക്കാറുള്ളത്. എപ്പോഴും മധ്യനിരയിൽ അദ്ദേഹത്തിന്റെ ടീമിന് നല്ല കൺട്രോൾ ഉണ്ടായിരിക്കും. മികച്ച മിഡ്ഫീൽഡർമാരെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പരിശീലകനാണ് ലൊബേറ. മോഹൻ ബഗാനിലെ ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്നാൽ മധ്യനിരയിൽ മികച്ച വിദേശ താരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഗ്രെഗ് സ്റ്റുവേർട്ട് ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു. പകരം മികച്ച ഒരു മധ്യനിര താരത്തെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മികച്ച വിദേശ മധ്യനിര താരങ്ങൾ ഇല്ലാത്തത് ലൊബേറക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ നല്ല ഇന്ത്യൻ മിഡ്ഫീൽഡർമാരെ അവിടെ ലഭ്യമാണ്. അതായത് സഹൽ അബ്ദുസമദ്, അതുപോലെ തന്നെ ലാലങ് മാവിയ റാൾട്ടെ, അനിരുദ്ധ് താപ്പ തുടങ്ങിയ താരങ്ങളെ ഈ പരിശീലകൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ജാമി മക്ലാരനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള സ്ട്രൈക്കറാണ് ജാമി മക്ലാരൻ. പക്ഷെ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത്രയും മികച്ച ഒരു സ്ട്രൈക്കർ ഉണ്ടായിട്ടും കൂടുതൽ ഗോളുകൾ നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മോഹൻ ബഗാന്റെ ഒരു പോരായ്മയാണ്. എന്തെന്നാൽ നല്ല ഡെലിവറികൾ താരത്തിലേക്ക് വരുന്നില്ല. ഫൈനൽ തേർഡിലേക്ക് നല്ല പാസുകൾ വരുന്നില്ല. അത് ലൊബേറ പരിഹരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മധ്യനിരയും വിങ്ങുകളും ലൊബേറ മോഹൻ ബഗാനിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. മക്ലാരനിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലൊബേറ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയാണ് 3 പോയിന്റുകൾ ഖേൽ നൗ ഇപ്പോൾ വിശകലനം ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നത്തോടുകൂടി മോഹൻ ബഗാൻ തങ്ങളുടെ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. ഇനി എന്നാണ് അടുത്ത മത്സരം കളിക്കുക എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല. പക്ഷേ നേരത്തെ ട്രെയിനിങ് ആരംഭിക്കാൻ ഇപ്പോൾ മോഹൻ ബഗാനും ലൊബേറയും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.